വഖഫ് സുപ്രീം കോടതി വിധിയുടെ ആദ്യ ആഹ്ലാദം വഴിമാറുന്നത് കൂടുതൽ ആശങ്കയിലേക്ക്. നിയമത്തിന്റെ ചില ഭാഗങ്ങൾ സ്റ്റേ ചെയ്തെങ്കിലും വഖഫ് ബൈ യൂസർ എന്ന വ്യവസ്ഥ എടുത്തുകളഞ്ഞതിൽ സ്റ്റേ ഇല്ല. കൃത്യമായ രേഖകൾ കൈവശമില്ലാത്തതിനാൽ രജിസ്ട്രേഷനിൽ ബുദ്ധിമുട്ട് നേരിടും. രജിസ്റ്റർ ചെയ്തില്ല എങ്കിൽ വഖഫായി തുടരാൻ കഴിയില്ല എന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ദീർഘകാലം ഉപയോഗിച്ചതിന്റെ പേരിൽ സ്വത്തുക്കൾ വഖഫായി പ്രഖ്യാപിക്കാനാകില്ലെന്ന് വിധിപ്പകർപ്പിൽ സുപ്രീം കോടതി വ്യക്തമാക്കുന്നു. 5 വർഷം മുസ്ലിം മതം അനുഷ്ഠിച്ചവർക്ക് വഖഫ് നൽകാനാകൂ എന്ന വ്യവസ്ഥ ചട്ടവിരുദ്ധമല്ലെന്നതാണ് മറ്റൊരു കണ്ടെത്തൽ. ഇതിന് താൽക്കാലിക സ്റ്റേ മാത്രമാണ് അനുവദിച്ചത്. സംസ്ഥാന സർക്കാരുകൾക്ക് ചട്ടങ്ങൾ രൂപീകരിച്ച് ഇക്കാര്യം നിർവചിക്കാമെന്ന് കോടതി വ്യക്തമാക്കി. ഭൂരിപക്ഷം സംസ്ഥാന സർക്കാരുകളും ഭരിക്കുന്നത് BJP ആയതിനാൽ ചട്ടങ്ങൾ ശരവേഗത്തിൽ നിർമ്മിച്ച് സ്റ്റേ മറികടക്കുമോ എന്ന ആശങ്ക ഹർജിക്കാർക്കുണ്ട്. രജിസ്റ്റർ ചെയ്യാനായി കൃത്യമായ രേഖകൾ കൈവശമില്ലാത്തതിനാലാണ് പല വഖഫുകളുടെയും രജിസ്ട്രേഷൻ നീണ്ടുപോകുന്നത്. ഇളവ് നൽകാതെ സമയം മാത്രം നീട്ടി നൽകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. പുതിയ നിയമത്തിലെ സങ്കീർണമായ രജിസ്ട്രേഷൻ പ്രക്രിയ വഖഫിന്റെ നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്യുന്നതായി നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്നത്തെ അവസ്ഥയിൽ ഒരു അമുസ്ലിമിനോ അതല്ലെങ്കിൽ 5 വർഷത്തിൽ താഴെ മാത്രം മതം പരിവർത്തനം ചെയ്യപ്പെട്ട ഇസ്ലാം മതം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിക്കോ വഖഫ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ റൂള് വരുന്നവരെ ഭേദഗതി നിയമത്തിലെ ന്യൂനപക്ഷ വിരുദ്ധത കോടതിയെ ബോധ്യപ്പെടുത്താനായി മണിക്കൂറുകളാണ് അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. സിഖ് ഗുരുദ്വാരകളിലും തിരുപ്പതി ദേവസ്ഥാനത്തെ ഭരണസമിതിയിലുമെല്ലാം ഇതര മതസ്ഥരായ ഒരാളെ പോലും നിയോഗിച്ചിട്ടില്ല. ഇതേ മാതൃകയിൽ ഇസ്ലാം വിശ്വാസപ്രകാരമുള്ള വഖഫ് ബോർഡുകളിലും കൗൺസിലിലും പൂർണ്ണമായും മുസ്ലിങ്ങളെ നിയോഗിക്കണമെന്ന ആവശ്യവും കോടതി അംഗീകരിച്ചില്ല. വിശദമായ വാദം കേൾക്കുമ്പോൾ ഇവയെല്ലാം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാമെന്ന കണക്കുകൂട്ടലിലാണ് ഹർജിക്കാർ. ന്യൂസ് മലയാളം, ഡൽഹി.